മറ്റൊരു മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ചില സ്പിരിച്വൽ പ്രിൻസിപ്പിൾ, വിശ്വാസത്തിൻ്റെ ആത്മീയ തത്വങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ദ ലോ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ നിയമം. അതാണെന്ന് പഠിക്കുന്നത്. സ്പിരിച്വൽ ലോസിനകത്തുള്ളതാണ് വിശ്വാസത്തിൻ്റെ നിയമം. ഇത് നമുക്കറിയാവുന്ന സിമ്പിളായിട്ടുള്ള കാര്യം തന്നെയാണ്. വിശ്വാസത്തിൻ്റെ നിയമം, വിശ്വാസമില്ലാതെ ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ നിയമം നോക്കും. എന്നാൽ അതിൻ്റെ ഡീപ്പിലേക്ക് നമുക്കൊന്ന് അപഗ്രഥിച്ചൊന്നിറങ്ങാം. നമുക്കറിയാവുന്നതാണ്, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ബിലീവ് ബിയോണ്ട് വാട്ട് യു ഹേർഡ്. നിങ്ങൾ കേൾക്കുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്, അല്ലേ? കാണുന്നതൊന്നും ഇപ്പം വിശ്വസിക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലാണ്. കേൾക്കുന്നത് വിശ്വസിക്കുന്നത്, കേൾക്കുന്നതാണ് വിശ്വസിക്കുന്നത്. കേൾക്കുകയും കാണുകയും ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ സാധാരണ വിശ്വസിക്കുന്നത്, അല്ലേ? കേൾക്കുന്നതെല്ലാം വിശ്വസിക്കാൻ പറ്റുമോ? സംശയമുണ്ടല്ലേ? കേൾക്കുന്നതെല്ലാം സത്യമാവണമെന്നില്ല, കാണുന്നതും എല്ലാം സത്യമാവണമെന്നില്ല. ഇപ്പം അതെല്ലാം മാറിപ്പോയി. അതിലേക്ക് നമുക്ക് വരാം, വിശ്വാസത്തിലേക്ക് നമുക്ക് വരാം. സോ നോർമലി ഇറ്റ് ഈസ്, നമ്മൾ സാധാരണ കേസിൽ കേൾക്കുന്നതാണ് വിശ്വസിക്കുന്നത്. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ, ആകയാൽ വിശ്വാസം കേൾവിയാൽ, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ഫെയ്ത്ത് കംസ് ബൈ ഹിയറിംഗ് ആൻഡ് ഹിയറിംഗ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താൽ, വിശ്വാസം കേൾവിയാൽ. അതുകൊണ്ട് കേൾവി എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. അത് നമ്മളെ ഫാക്റ്റ് മനസ്സിലാക്കുവാൻ, ഫാക്റ്റ് മനസ്സിലാക്കുവാൻ. ഈ ഫാക്റ്റും ട്രൂത്തും രണ്ടാണ് കേട്ടോ. അതിലേക്കും കടന്നു വരാം. ഫാക്റ്റും ട്രൂത്തും രണ്ടാണ്. ഞാനത് ഇപ്പം തന്നെ അങ്ങ് പറയാം. നമ്മൾ വിശ്വാസം വർക്ക് ചെയ്യുന്ന ചില പോയിന്റുകളാണ്. ശ്രദ്ധയോടെ ഇരിക്കുക. നിങ്ങൾ പോയി, നിങ്ങൾക്ക് അസുഖം ഉണ്ടോ എന്ന് പറഞ്ഞ് മെഡിക്കൽ ചെക്കപ്പ് ചെയ്തു. നിങ്ങൾ പോയി അസുഖം ഉണ്ടോ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മെഡിക്കൽ ചെക്കപ്പ് ചെയ്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ബ്ലഡ് വെച്ചും അല്ലെങ്കിൽ യൂറിൻ വെച്ചും ഒക്കെ ചെക്ക് ചെയ്യുമ്പോഴേ മെഡിക്കൽ സയൻസ് നിങ്ങൾക്കൊരു റിപ്പോർട്ട് തരും. അത് ഇപ്പോഴത്തെ സയൻസ് പരമായിട്ട് അത് സത്യമാണ്, അല്ലേ? സയൻസ് പരമായിട്ട് സത്യമാണ്. അതിന് ഒരു രീതിയിൽ പറഞ്ഞാൽ ഫാക്റ്റ് എന്നാണ് അതിന് പറയുന്നത്. ഫാക്റ്റ്, സത്യമായിട്ടുള്ള കാര്യം എന്ന് നമ്മൾ പറയുന്നു. എന്നാൽ ഇതേ കാര്യം ഒരു 50 വർഷത്തിന് മുമ്പ് ഇതേ ബ്ലഡ് ഇങ്ങനെ പരിശോധിക്കാനുള്ള അത്രയും ഫെസിലിറ്റികൾ, അത്രയും ഡീറ്റെയിൽഡായിട്ട് ഇല്ലാത്തതുകൊണ്ട് അന്നും തന്നത് സത്യവും ഫാക്റ്റുമായിരുന്നു. എന്നാൽ ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് 50 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ചില വ്യത്യാസങ്ങളൊക്കെ വന്നു. ആ ഫാക്റ്റിനേക്കാളും കുറച്ചും കൂടി വലിയ ഫാക്റ്റുകൾ ഇപ്പോൾ റിവീൽ ചെയ്തു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്ക് ചെക്ക് ചെയ്തപ്പോഴേ നിങ്ങൾക്കൊരു ക്യാൻസർ ഉണ്ട് എന്ന് തെളിഞ്ഞു. ഉടനെ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊരു ഫാക്റ്റാണ്, അല്ലേ? ചെക്ക് ചെയ്തൊരു ഫാക്റ്റാണ്. ഈ ഫാക്റ്റ് കണ്ടിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. എന്നാൽ സത്യം അതാകണമെന്നില്ല. വീണ്ടും ഞാനത് റിപ്പീറ്റ് ചെയ്യാണ്. സത്യം അതാകണമെന്നില്ല. നിങ്ങൾ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോഴേ നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് വെച്ചാണ് നിങ്ങൾ ഇത് തീർച്ചയാണെന്ന് പറഞ്ഞ് ട്രീറ്റ്മെൻ്റ് ഒക്കെ തടുക്കുന്നത്. എന്നാൽ നിങ്ങൾ വിശ്വാസം അവിടെ വർക്ക് ചെയ്യുമ്പോഴേ ചിലപ്പോൾ ഈ സാധനം എന്ന് വെച്ചാൽ നിങ്ങളുടെ അസുഖം പ്രാർത്ഥനയിൽ കൂടി മാറുമ്പോഴേ സത്യം അസത്യം, അല്ലെ ഫാക്റ്റ് അസത്യമായി മാറുകയാണ്. ഞാൻ പറഞ്ഞത് ശരിയാണോ? ശരിയാണെങ്കിൽ നിങ്ങളതിൻ്റെ താഴെ ഒരു കമൻ്റ് ഇടുക. തെറ്റാണെങ്കിൽ അങ്ങനെയും പറയാം, കമൻ്റ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം പറയാമല്ലോ. ഞാനിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നില്ല എന്ന് ചില ആളുകൾ വിചാരിച്ച് വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ആ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് മാറേണ്ട കേസുകൾ ഇങ്ങനെ വിശ്വാസത്തിലിരിക്കുമ്പോഴേ ആ ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ മാറാതെ വരുന്ന കേസുകളുമുണ്ട്, അല്ലേ? അതുകൊണ്ട് രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ട്. ബൈബിൾ പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് വിശ്വാസം മാത്രം പോരാ, ചില കാര്യങ്ങളിലൊക്കെ വിശ്വാസം വേണം, നല്ലതാണ്. ചില ഫാക്റ്റുകൾ കാണുമ്പോഴേ നമ്മളത് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം. എന്നാൽ ഈ ഫാക്റ്റ് എല്ലാം സത്യമാണോന്നില്ല. ഈ ഫാക്റ്റ് ചിലപ്പോൾ ഒരു 50 വർഷം കഴിയുമ്പം വേറൊരു ഫാക്റ്റിലേക്കായിരിക്കും ചിലപ്പോൾ നമ്മളെ നടത്തുന്നത്. അതുകൊണ്ട് ഫാക്റ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ട്രൂത്ത്. എന്നാൽ ഫാക്റ്റുകൾ സത്യമാകുകയും ചെയ്യാം. അതുകൊണ്ട് വിശ്വാസം ഇവിടെ വർക്ക് ചെയ്യുന്ന, ഇവിടെ വിശ്വാസം വർക്ക് ചെയ്യുകയാണ്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്.
ഒരു ഫെയ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ത്രൂ ഹിയറിങ് എന്ന് പറഞ്ഞു 14-ാം വാക്യത്തിലേക്ക്, റോമർ 10:14 വരുമ്പോഴേ, ഹിയറിങ് ഈസ് എ മസ്റ്റ് ഫോർ വൺ ടു ബിലീവ് എന്നാണ് എഴുതിയിരിക്കുന്നത്. വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? കേട്ടിട്ടില്ലാത്തവൻ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നതിനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? ഒരു ചെയിൻ പോലെ അവിടെ എഴുതിയിരിക്കുകയാണ്. സോ ഹിയറിങ് ഈസ് എ മസ്റ്റ്. സൈറ്റ് ക്യാൻ ആൾസോ, കാഴ്ച വഴി നമ്മൾ വിശ്വാസം നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് ചിലപ്പം നമുക്ക് പറ്റും, അല്ല, എൻഹാൻസ് ചെയ്യാൻ പറ്റും. എന്നാൽ ബൈ സൈറ്റ് അലോൺ കനോട്ട് ക്രിയേറ്റ് ഫെയ്ത്ത്. കാഴ്ച കൊണ്ട് മാത്രം നമുക്ക് വിശ്വാസം ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ കാണുന്നത് സത്യമാകണം. മർക്കോസിൻ്റെ സുവിശേഷം 4:24 ആദ്യത്തെ പാർട്ടിൽ നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടേക്ക് ഹിഡ് വാട്ട് യു ഹിയർ. നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ. നമുക്ക് ചെവി ഉള്ളതുപോലെ തന്നെ, നേരത്തെ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞാണ്, ചെവിക്ക് കേൾക്കാനുള്ളൊരു ഫങ്ഷൻ ഉള്ളതുപോലെ തന്നെ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമുക്ക് ദേഹിക്ക്, നമ്മുടെ ആത്മാവിനുമൊക്കെ ഇയേഴ്സ് ഉണ്ട്, കേൾക്കാം. അത് കൂടുതൽ കേൾക്കുകയും കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്ക് കൂടുതൽ കിട്ടും. ഈ മർക്കോസ് 4:24 നിങ്ങൾ കേൾക്കുന്നതെന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങളെ അളന്ന് കിട്ടും, അധികമായും കിട്ടും. ഇത് കേൾക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പ്രീവിയസ് 23-ാം വാക്യത്തിൽ പറഞ്ഞിട്ട് അതിൻ്റെ താഴത്തെ ഉള്ള കാര്യമാണ് പറയുന്നത്. കേൾക്കുന്നത് അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടും. അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളതൊന്നുകൂടെ ശ്രദ്ധിച്ച് പഠിക്കുക. 24-ാം വാക്യം ശ്രദ്ധിച്ച് പഠിക്കുക. 25 ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവൻ ഉള്ളത് കൂടി എടുത്തു കളയും. കേൾവിയുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കേൾക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. ദൈവവചനം കേൾക്കണം, എന്നിട്ട് വിശ്വസിക്കണം, കറക്റ്റായി കേൾക്കണം, കേൾക്കുന്നത് ഗ്രഹിക്കണം, അതനുസരിച്ചാണ് അളക്കുന്നത്. കൂടുതൽ കേൾക്കുമ്പോൾ കൂടുതൽ കിട്ടും, കൂടുതൽ കേൾക്കുമ്പോൾ കൂടുതൽ കിട്ടും. 4:20 അങ്ങനെയുള്ളവർ കൂടുതൽ കേൾക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മർക്കോസ് 4:20 അവർ 30, 60, 100 മേനി വിളയും. കേൾക്കുന്നത് ഫലം കായ്ക്കും വിധം കേൾക്കണം. നമ്മൾ കേൾക്കുന്നത് എങ്ങനെയാണ് ശ്രദ്ധിക്കുക, നമ്മുടെ കേൾവി എങ്ങനെയാണ്. ഞാൻ ഈ കേൾവിയിലേക്ക് വരുന്ന കാര്യം വിശ്വാസത്തിൻ്റെ നിയമം മനസ്സിലാക്കാനായിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്ന കേൾവിയാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, ഗലാത്യർ 3:5 എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഈ ഇടയിൽ വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്. ബൈ ഫെയ്ത്ത് ഓർ കീപ്പിംഗ് ദ ലോ. ഇവിടെ പറയുന്ന മിറക്കിൾസ് കം ബൈ ഹിയറിംഗ് ഓഫ് ഫെയ്ത്ത്. മിറക്കിൾസ് കം ബൈ, നിങ്ങളുടെ ഇടയിലുള്ള വീര്യപ്രവർത്തികൾ വരുന്നത് കേൾക്കുന്നത് വഴിയാണ്. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലല്ല, വിശ്വാസത്തിൻ്റെ പ്രസംഗം കേൾക്കുന്നതിനകത്തലാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 8:6 ഫിലിപ്പോസ് ശമരിയിൽ പോയി പ്രസംഗിച്ചു. ആളുകളത് കേട്ടു. അവിടെ ധാരാളം മിറക്കിൾ വന്നായിട്ട് കാണുന്നു. അപ്പോസ്തല പ്രവൃത്തി 14:8 ലുസ്ട്രയിലെ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തി ഇല്ലാതെയുമായിട്ടുള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു. അടുത്ത വാക്യം, അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കുക എന്ന് പറഞ്ഞ് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. ഇവിടെ ലുസ്ട്രയിലെ ഈ ക്രിപ്പിൾഡ് ആയിട്ടുള്ള മനുഷ്യൻ നടക്കാനായിട്ട് കാരണം അവൻ കേട്ടു. അതുകൊണ്ട് ബൈ പ്രീച്ചിങ് ഹി ഗോട്ട് ഫെയ്ത്ത്. അവിടെ ഒരു ഓൾട്ടർ കോൾ ഒന്നും നടത്തിയില്ല.
ഒരു സെർമണിൻ്റെ നടുവിലൊന്നുമല്ല ഈ മനുഷ്യൻ എഴുന്നേറ്റ് നടന്നത്. പൗലോസ് അവിടെ ഇടപെടുകയായിരുന്നു. ഇന്ന് പലർക്കും ദൈവത്തിൽ നിന്നുള്ള അത്ഭുതം സ്വീകരിക്കാൻ പറ്റാതെ വരുന്നൊരവസ്ഥയുണ്ട്. കാരണം വിശ്വാസം കേൾക്കുന്നതിലൂടെയാണ്. ആദ്യപടി കേൾക്കുക എന്നുള്ളതാണ്. വിശ്വസിക്കുക. ആദ്യം ദൈവവചനം കേൾക്കുക. വചനമാണ് വിടുതൽ തരുന്നത്. അവൻ അവരെ വചനമയച്ച് വിടുവിച്ചു എന്നേ പറയുന്നു. ഹിയർ ദ വേർഡ്. ആദ്യം ദൈവവചനം കേൾക്കുക. അവിടെ നിന്ന് നിങ്ങളുടെ അത്ഭുതം സ്റ്റാർട്ട് ചെയ്യും. സദൃശവാക്യം 4-ാം അധ്യായത്തിൻ്റെ 20 തൊട്ടുള്ള വാക്യങ്ങളിലെ മകനെ എൻ്റെ വചനത്തിന് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിൻ്റെ ചെവി ചായ്ക്കുക, അവ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോരുത്, നിൻ്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ വെച്ചുകൊള്ളുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ ദേഹത്തിന് സൗഖ്യവുമാകുന്നു. സകല ജാഗ്രതയോടും കൂടെ നിൻ്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ. ദൈവത്തിൻ്റെ വചനം, ഈ വചനമാണ് ജീവൻ്റെ ഉത്ഭവമായിട്ട് വരുന്നത്. അവയെ കേൾക്കുക, അവയെ ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. അത് ജീവനായി തീരുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഹിയർ ദ വേർഡ്, ദ മിറക്കിൾ സ്റ്റാർട്ട്സ് ബൈ ബിലീവിങ് ഇറ്റ്. നമ്മൾ വിശ്വസിക്കുമ്പോഴാണ്, ആ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുമ്പോഴാണ് മിറക്കിൾ വരുന്നത്. ദൈവം സംസാരിച്ച ദൈവത്തിൻ്റെ വചനം, വേർഡ് ബിക്കെയിം ഫ്ലഷ്. യോഹന്നാൻ 1-നകത്ത് പറയുന്നതാണ്. 1-ാം അധ്യായത്തിലെ വേർഡ് ബിക്കെയിം ഫ്ലഷ്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വേർഡ് ബിലീവ്ഡ്. ആ ദൈവവചനം കാനാവിലെ കല്യാണത്തിന് സെർവൻസ് ആ കൽപ്പാത്രങ്ങളിൽ പറഞ്ഞ വെള്ളം അവർ നിറച്ച് വെച്ചിട്ട് അത് എടുത്തു കൊടുത്ത് ആർക്കാണ്? വിരുന്നുവാഴിക്ക് എടുത്തു കൊണ്ടുപോയി കൊടുത്തപ്പോഴേ അവിടെ ഒരു മെറ്റമോർഫസിസ് വരികയാണ്. അത് ഒരു ചേഞ്ചാണ്. വെള്ളം വൈനായി മാറുന്നൊരു മിറക്കിൾ. അവിടെയും യേശു പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഉണ്ടായത്. എന്നാൽ ഇത് നമ്മൾ ഒരുപാട് ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാൻ തന്നെ നിങ്ങളുടെ ഒരിക്കൽ കഴിഞ്ഞ ഒരു 4-5 എപ്പിസോഡിന് മുമ്പ് നമ്മൾ കേൾക്കുന്ന ശബ്ദം ദൈവത്തിൻ്റെ ആണോ പിശാചിൻ്റെ ആണോ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നു. പിശാചിൻ്റെ ശബ്ദം കേൾക്കരുത്. ഒറ്റുനോക്കാൻ പോയ 10 പേരുടെ ശബ്ദം നമ്മൾ കേൾക്കരുത്. വിശ്വാസം നമ്മൾ പറയണം. ദ ലോ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ നിയമമാണ്. അത് റോമർ 4:18 പറയുന്ന കാര്യമാണ്. ആരാണ്? അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചു. എവരിതിങ് ഈസ് നെഗറ്റീവ് ബട്ട് ഐ എം ബിലീവിങ്. നേരത്തെ ഞാൻ പറഞ്ഞ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ, ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ അവർ മച്ചിയാണ്, അവർ പ്രസവിക്കത്തില്ല. 90 വയസ്സായി 99 വയസ്സായി പ്രസവിക്കത്തില്ല. അതാണ് ഫാക്റ്റ്. എന്നാൽ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം അവർക്കൊരു കുഞ്ഞ് ജനിക്കും. ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിക്കുന്നു. അതെന്താണ് വിശ്വസിച്ചത്? ദൈവം പറഞ്ഞ വേർഡ് വിശ്വസിച്ചു. ദൈവം പറഞ്ഞ വേർഡ് വിശ്വസിച്ചു. പിശാച് പല തന്ത്രങ്ങളുമായി വരും. ആ വരുന്ന സമയത്ത് ഗെറ്റ് ബിഹൈൻഡ് സൈറ്റൻ എന്ന് പറയാം. ആദാമും ഹവ്വായും ദൈവത്തെ വിശ്വസിക്കുന്നതിലും ദൈവം പറഞ്ഞ വാക്ക് കേൾക്കുന്നതിലും ഉപരിയായിട്ട് പിശാചിൻ്റെ വാക്ക് കേട്ടു. അതുകൊണ്ട് ഡോണ്ട് ലിസൺ എവരിബഡി. എല്ലാവരെയും നിങ്ങൾ വിശ്വസിക്കണം. നമ്മൾ കേൾക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കത് പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ, നിങ്ങൾ കേൾക്കുന്ന പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ നിങ്ങളുടെ ചെവി അടച്ചു വെക്കുക. അതുകൊണ്ട് കേൾവി ഏറ്റവും പ്രധാനമാണ്. അത് വിശ്വാസത്തിൻ്റെ നിയമമാണ്. വിശ്വാസത്തിൻ്റെ വൺ ഓഫ് ദ ഫസ്റ്റ് സ്റ്റെപ്പാണ് കേൾവി. നിങ്ങൾ പോലും എന്നോട് പ്രെയർ റിക്വസ്റ്റ് പറയുന്ന സമയത്ത്, പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം കുറേ സമയം വിശ്വാസം നിങ്ങളോട് പറയാറുണ്ട്. കാരണം നിങ്ങളുടെ മനസ്സ് ആ വിശ്വാസം ഏറ്റെടുക്കാൻ പ്രിപ്പയർഡ് ആയില്ലെങ്കിൽ അവിടെ ഒരു മിറക്കിൾ നടക്കുകയില്ല. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നും എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോസ്തല പ്രവൃത്തിയിലെ ആദിമ സഭയിലെ അപ്പോസ്തലന്മാർ ചെയ്തതെല്ലാം തന്നെ they preach the gospel. First of all we have to preach the deliverance preach ചെയ്യണം. യേശു ക്രിസ്തു അത് തന്നെയാണ് ചെയ്ത്. ലൂക്കോസ് 4:18 യെരുശലേം ടെമ്പിളിൽ നിന്ന് ആദ്യമായിട്ട് അവൻ്റെ ശുശ്രൂഷ ആരംഭിച്ച സമയത്ത് അവൻ എഴുന്നേറ്റ് നിന്ന് ലൂക്കോസ് 4:18 ഭാഗമാണ് പറയുന്നത്. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യാൻ, അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും
പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും അവനെ അയച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞതിന് ശേഷം യേശു പരസ്യശുശ്രൂഷ ആരംഭിക്കുകയാണ്. That is the declaration. Wherever you present the gospel, wherever you preach the gospel, the deliverance come along with that. അതിനോടൊപ്പമാണ് വിടുതൽ വരുന്നത്. അതുകൊണ്ട് ലോ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ നിയമം എന്ന് പറയുന്നത് കേൾവിയാണ്. ഫെയ്ത്ത് കംസ് ബൈ ഹിയറിങ്. അല്ലാതെ നമ്മൾ എന്തൊക്കെയോ വിശ്വസിക്കുക എന്നുള്ളതല്ല. അതുകൊണ്ട് പിശാചിനെ വിശ്വസിക്കുക എന്നുള്ളതല്ല. അത് ഹിയറിങ് എന്താണ്? ഹിയറിങ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം നമ്മൾ കേൾക്കണം. അത് ജീവനാണ്. ആദ്യമായിട്ട് ദൈവം സംസാരിച്ചത് എന്തോ? എൻ്റെ സമയം തീരാണ്, പെട്ടെന്ന് ഓർത്തവൻ പറഞ്ഞാണ്. ആദ്യം ദൈവം സംസാരിച്ചത് എന്തോ? ഗോഡ് ഈസ് ലൈറ്റ്. ദൈവം വെളിച്ചമാണ്. അവൻ അതുകൊണ്ട് സംസാരിച്ചത് എന്തോ? വെളിച്ചമുണ്ടാകട്ടെ എന്ന് സംസാരിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന് ആദ്യത്തെ ഭാഗങ്ങളിൽ കിടപ്പം 3-ാം വാക്യമാണെന്ന്, വെളിച്ചമുണ്ടാകട്ടെ. അതാണ് ദൈവം ആദ്യം സംസാരിച്ചത്. കാരണം അവൻ്റെ ക്യാരക്ടർ, ദൈവത്തിൻ്റെ ബീയിങ് മാനിഫെസ്റ്റ് ചെയ്യിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇത് വലിയൊരു ട്രൂത്ത് മെസ്സേജ്. അത് ഒരു എപ്പിസോഡ് ചെയ്യാനുണ്ട്. അത് ദൈവത്തിൻ്റെ ക്യാരക്ടർ, ദൈവത്തിൻ്റെ സത്ത്, എസൻസ് അവിടെ പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് അങ്ങ് പൊട്ടിപ്പുറപ്പെടുകയാണ്. നമ്മൾ കൈ ഇങ്ങനെ വെച്ച് നമ്മൾ പൊതിയുമ്പോൾ, ഇങ്ങനെ കൈ ഇങ്ങനെ നിങ്ങൾ വെച്ചിട്ട് ഇതിനകത്തൊരു വെഴുതിരിയോ വെട്ടോ ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ കൈയുടെ ഹോളിൽ കൂടെ ഒക്കെ പുറത്തേക്ക് വരുന്ന പോലെ അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് ഗോഡ്. ഹി ഈസ് ലൈറ്റ്. അതിന് ഈ ലൈറ്റ് നമ്മുടെ ഉള്ളിലേക്ക് വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അവിടെയാണ് ഡെലിവറൻസ് വരുന്നത്. ഞാനത് നേരത്തെ പല സമയങ്ങളിൽ സംസാരിച്ചിട്ടുള്ളതാണ്. വെളിച്ചം വരുമ്പോഴേ നമ്മുടെ ദൈവം നമ്മുടെ ഉള്ളിലിട്ടിരിക്കുന്നതൊക്കെ കാണുമെന്നുള്ളത് ഞാൻ പല സമയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ നിയമം എന്ന് പറയുന്നത് ഗോഡ് ഈസ്, ഈ വചനമാണ്. വചനം നമ്മൾ കേൾക്കുമ്പോഴേ നമുക്ക് രൂപാന്തരം വരും, നമ്മുടെ ഫ്രൂട്ട്ഫുൾ ആവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വിശ്വാസത്തിലേക്ക് വരും എന്നുള്ളതാണ്. അത് എല്ലാവരും അത് മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ വചനമാണ് വിശ്വാസത്തിലേക്ക് അത് കേൾക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൻ്റെ ഒരു നിയമം കർത്താവെ ഞങ്ങളിന്ന് സംസാരിച്ചല്ലോ. നമ്മൾ കേൾക്കുന്നതിനുപരിയായിട്ട് കർത്താവെ ഞങ്ങൾക്ക് പലതും വിശ്വസിക്കാനായിട്ട് പറ്റുകയില്ല. കേൾവി വിശ്വാസം കൊണ്ടുവരികയാണ്. ദൈവവചനത്തിൻ്റെ കേൾവിയാണ് വിശ്വാസം കൊണ്ടുവരുന്നത്. കർത്താവെ, അതിൻ്റെ ഫങ്ഷനിങ്, വിശ്വാസത്തിൻ്റെ ഫങ്ഷനിങ് ഹിയറിങ്ങിൽ കൂടെയാണ്. അതുകൊണ്ട് കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നതിന് മുമ്പ് കേൾക്കേണ്ട ഏറ്റവും ആവശ്യമാണ്. കാഴ്ച കൊണ്ട് മാത്രം വിശ്വാസം വരുന്നില്ല കർത്താവെ. അതിനാൽ കേൾവി ഏറ്റവും ആവശ്യമാണല്ലോ കർത്താവെ. ഞങ്ങളുടെ ആത്മീയമായിട്ടുള്ള ഉള്ളിലുള്ള ചെവികളൊന്ന് തുറന്ന് കർത്താവിൻ്റെ സ്വരം കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവിൻ്റെ സ്വരം കേൾക്കുമ്പോഴേ വിശ്വാസത്തോടുകൂടി ഞങ്ങളുടെ പ്രയാണം മുമ്പോട്ട് പോകും. അബ്രഹാം തൊട്ട് ഇങ്ങോട്ട് അത് പ്രോപ്പറായിട്ട് കേട്ടു ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവവചനം കേൾക്കുകയും അത് വിശ്വസിക്കുകയും അത് ഗ്രഹിക്കുകയും ചെയ്യുമ്പോഴേ, ദൈവം പറഞ്ഞിരിക്കുന്ന ഞങ്ങൾ കേൾക്കുമ്പോഴേ ഞങ്ങളുടെ മുമ്പോട്ടുള്ള യാത്രയിൽ മിറക്കിൾസ് വരികയും അത് ഫ്രൂട്ട്ഫുൾ ആവുകയും ചെയ്യും. 30, 60, 100 മേനി ഫലം കായ്ക്കുന്ന അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ വരും കർത്താവെ. അതിനാൽ ഞങ്ങളെ അളക്കപ്പെടുകയാണ്. ഞങ്ങൾക്ക് കൂടുതൽ അതിൽ കർത്താവെ ദൈവം തരികയാണ് നിൻ്റെ കർത്താവെ കേൾവിയിൽ കൂടി. ഇത് ഞങ്ങൾ റിയലൈസ് ചെയ്യുവാൻ ഈ ദിവസങ്ങൾ ഞങ്ങളെ സഹായിക്കണമേ. അതിനാൽ ഞങ്ങൾ ദൈവവചനം വായിക്കുകയും മെഡിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴേ ഞങ്ങളുടെ അന്തരംഗങ്ങളിലെ ഞങ്ങളുടെ അകത്തുള്ള ഇയേഴ്സിൽ കൂടി ദൈവം സംസാരിക്കുന്ന കേൾക്കുവാൻ കർത്താവെ ഞങ്ങളെ ഇടവരുത്തണമേ, സഹായിക്കണമേ. ഇത് കാണുന്നവരെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ ഞങ്ങൾക്കുള്ള കാര്യങ്ങൾ കർത്താവെ ഇതിൽ കൂടി നീ ഞങ്ങളുടെ ജീവിതങ്ങളിൽ തരണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരും, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെല്ലാം അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇത് ഏത് രീതിയിൽ നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് നിങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരിക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ഡേ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ നമ്പറുകൾ അയച്ചു തന്നാൽ നിങ്ങൾ അതിൽ ആഡ് ചെയ്യുന്നതാണ്. ഓരോ ദിവസവും ഓരോ എപ്പിസോഡും ഓരോ മിസ്റ്ററീസാണ് നിങ്ങളുടെ ജീവിതത്തിൽ. അത് നിങ്ങളെ ഡിഫറെൻ്റ് ആക്കി മാറ്റും എന്ന് വീണ്ടും ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. അതുകൊണ്ട് എല്ലാ എപ്പിസോഡും നിങ്ങൾ തുടർമാനമായി കാണണം. ഏതെങ്കിലും മിസ് ചെയ്തു പോയെങ്കിൽ നിങ്ങൾ പ്രീവിയസ് എപ്പിസോഡ് കണ്ടിട്ട് കാണണം. ആ ഒരു സീക്വൻസിലാണ് വരുന്നത്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.